എന്റെ ദൈവമേ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാമു ഉണ്ടെങ്കിൽ എടുത്ത് തേക്കടാ. എന്റെ കാലും ശരീരവും ഒക്കെ ഭയങ്കര വേദന, അനങ്ങാൻ പോലും പറ്റുന്നില്ല. ചേടാ അപ്പൂപ്പ, നിങ്ങൾ എപ്പോഴും ഫിറ്റ് ആയിരിക്കുന്ന ആളല്ലേ, പെട്ടെന്ന് എങ്ങനെ അപ്പൂപ്പന്റെ ബോഡി ഇങ്ങനെ ഹീറ്റ് ആയിരിക്കുന്നത്? ഇന്ന് എന്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര ശരിയല്ല, അല്ലാതെ വേറൊന്നും അല്ല മോനെ. നീ ഏത് മരുന്നാണ് എന്റെ ദേഹത്ത് അടിച്ചത്? എന്റെ ശരീരം മുഴുവൻ തീ പിടിച്ചതുപോലെ വേദനിക്കുന്നേ. അയ്യോ, ശരിക്കും എന്താ പറ്റിയത് അപ്പൂപ്പ? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. എടാ, നീ ഏത് മരുന്നാടാ എന്റെ ദേഹത്തേക്ക് സ്പ്രേ ചെയ്ത് എന്റെ മുന്നു കൂട്ടുകാരാ? ഇത് കണ്ടോ, ഇതല്ലല്ലോ. ഇതടിച്ചപ്പോ എന്താ എനിക്ക് അത്രയും വേദനിച്ചത്? അപ്പൂപ്പ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്നേ, ഇത് പെട്ടെന്ന് ശരിയാകും. നിങ്ങൾ ഫിറ്റ് ആൻഡ് സ്ട്രോങ് അല്ലേ? ശരി, വരൂ. ഇപ്പോൾ ജോഗിങ്ങും കഴിഞ്ഞു, ഇനി നമുക്ക് ആഹാരം കഴിക്കാം. എന്താ, ഓക്കെ അല്ലേ? ഞാൻ ആഹാരം റെഡി ആക്കിയിട്ട് വരാം. മോനെ, നീ എന്താ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പോകുന്നത്? അപ്പൂപ്പ, വീണ്ടും കാര്യങ്ങളൊക്കെ മറന്നുപോയോ? 20 കിലോമീറ്റർ ജോഗിങ് കഴിഞ്ഞിട്ട് 20 മുളകിട്ട് പൊറോട്ട, പിന്നെ 20 ഗ്ലാസ് പാവക്കയുടെ ജ്യൂസ്, അതല്ലേ അപ്പൂപ്പൻ കുടിക്കുന്നത്? അതല്ലേ അപ്പൂപ്പന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം? എന്താ? അല്ല, അത് പിന്നെ എങ്ങനെയാ 20 മുളകിട്ട പൊറോട്ട കഴിക്കുന്നത്? എനിക്ക് വേണ്ട മോനെ, എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. ഞാനതെല്ലാം ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൂപ്പ. വരൂ അപ്പൂപ്പ. വേണ്ട വേണ്ട മോനെ, എനിക്ക് വേണ്ട. ഇതിൽ കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ട മോനെ. സാരമില്ല, കഴിക്കൂന്നേ. അപ്പൂപ്പൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് വേണ്ടാന്ന് പറയുമ്പോഴൊക്കെ ഞാൻ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കണോന്ന് പറഞ്ഞതല്ലേ. കാരണം ഈ ആഹാരം അപ്പൂപ്പന്റെ ബ്രെയിനെ ഹെൽത്തി ആയിട്ട് വെക്കുന്നതാ. ശരി, ഓക്കെ. ഇനിയും കുറച്ച് പൊറോട്ട ഞാൻ റെഡിയാക്കി കൊണ്ടുവരാം. ശരി, ഓക്കെ. നമ്മൾ ഇവിടെ കുടുങ്ങിപ്പോയല്ലോടാ. ഇവന്മാര് നമ്മുടെ ജീവൻ എടുക്കുമെന്നാ തോന്നുന്നത്. എന്താ ബോസ് ഈ പറയുന്നേ? ഇത് നിങ്ങളുടെ മാഡ് ബ്രെയിനിൽ നിന്ന് വന്ന ബാഡ് ഐഡിയ അല്ലേ? അപ്പൂപ്പ, ഇതാ പിടിച്ചോളൂ പാവയ്ക്ക ജ്യൂസ്. മോനെ, അത് ഓറഞ്ചും മൊസമ്പിയുടെ ജ്യൂസ് ആണെങ്കിൽ എനിക്ക് മതി. അല്ല അപ്പൂപ്പ, അതെല്ലാം അപ്പൂപ്പന്റെ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. ഇത് പാവയ്ക്കയും പച്ചമുളകും ചേർത്തരച്ച ജ്യൂസാ. എനിക്ക് വേണ്ട. എന്നോട് പറഞ്ഞത് അപ്പൂപ്പ വേണ്ടെന്ന് പറയുമ്പോ നിർബന്ധിച്ച് കുടിപ്പിക്കണോന്ന്. ഇത് കുടിച്ച് വേഗം കുടിച്ചു തീർക്ക്. ഇത് ആര് ചെയ്താണേലും കൊള്ളാം. വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഇവരൊക്കെ കൊച്ചു കൊച്ചു ലില്ലിപുട്സ് അല്ലേ? അയ്യോ, അത് യൂണിക്കോൺ അല്ലേ? സംഗതി കൊള്ളാലോ. ഇവരെ കാണാൻ എന്തൊരു ഭംഗിയാ. ഇവൻ അല്പം വലുതായിരുന്നെങ്കിൽ ഞാൻ ഈ കുതിര കയറി ഉറപ്പായും സവാരി നടത്തിയേനെ. വലുതാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും അത് വലുതായല്ലോ. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതെല്ലാം ഇവര് കേൾക്കുന്നുണ്ട്. പോവാം, നമുക്ക് ആകാശത്തിൽ കൂടെ റൗണ്ട് പോയിട്ട് വരാം. Come on Lilliput's, let's go. വേണ്ട വണ്ടി, നിക്ക്, പോണ്ട. വണ്ടി പറയുന്നത് കേക്ക്. പോടാ ചിണ്ടു. ഇപ്പെന്താ പറ്റിയത്? നീ ഇപ്പെന്തിനാ ദേഷ്യപ്പെടുന്നത്? ഈയിടെയായിട്ട് നീ ഓവറായിട്ടാ കളിക്കുന്നത്. ഇതൊക്കെ ചെയ്തത് നീ തന്നെയല്ലേ ചിണ്ടു? ആ ഗലിവർ ട്രാവൽസിന്റെ ബുക്കിൽ നിന്ന് ലില്ലിപുട്സ് പുറത്തേക്ക് എങ്ങനെയാ വന്നത്? ഇതിനെല്ലാം കാരണം നിന്റെ മാജിക് ആണ്. അതെ, കാര്യം ശരിയാണ്. ഞാനാണ് വിരലിനെ ഒടിച്ചത്. പക്ഷെ അതൊക്കെ സംഭവിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ലല്ലോ. യൂണിക്കോണിൽ കയറി പോയിരിക്കുക. അവനെ തിരിച്ചു കൊണ്ടുപോവാ. അവരെയൊക്കെ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചയച്ചേക്ക്. ഓക്കെ ബോസ്. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. വണ്ടിയെ തിരിച്ചു കൊണ്ടുപോവാ. അവരെല്ലാരും തിരിച്ചു പോട്ടെ. എന്റെ മാജിക് അവരുടെ വർക്കാവുന്നില്ലല്ലോ. കാരണം അത് എന്റെ മാജിക് പവർ കൊണ്ടുണ്ടാക്കിയതാണ്. ഇപ്പൊ നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി, ഓക്കെ, നിനക്കും കൂടി ഒരു യൂണിക്കോൺ തരാം. വേഗം ചെന്നവരെ ചേസി. ചെല്ല് വീർ, ചെല്ലുന്നേ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ പറക്കാണ്. വണ്ടി അവിടെ നിക്ക്, തിരിച്ചു വന്നേക്ക്. അത് മാജിക്കൽ യൂണിക്കോൺ ആണ്.
അതിനെ നമുക്ക് തിരിച്ചയച്ചേ പറ്റൂ. വീർ, നിനക്ക് എന്നെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. ഞാനിതിനെ തിരിച്ചഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇംലി, നീ എന്നെ ശരിക്കും മുറുകെ പിടിച്ചോ. നമുക്ക് തല കീഴായിട്ട് കറങ്ങാം. എടാ ബണ്ടി, നിന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? 7 ക്ലോൺസിനെ റെഡിയാക്കാൻ പോവാ. ഓക്കെ അപ്പൂപ്പ, ഞങ്ങൾ ചെന്നതിനെ ഇപ്പൊ പിടിച്ചോണ്ട് വരാം. വേഗം ചെല്ലു വീർ. അത് ഫുർസത് ഗഞ്ചിനെ മുഴുവൻ ഇരുട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. ചേടാ, ഇതെന്താ പറ്റിയത്? പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ടായി പോയത്. നമുക്ക് ഓടി രക്ഷപ്പെടാം. ഇതെന്താ കാണുന്നത്? ഈ ചുഴലിക്കാറ്റ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഓടിക്കോ, വേഗം ചെന്നത് പിടിക്കും മോനെ, വേഗം ചെന്ന്. അപ്പൂപ്പ, ഇതാ ക്രിസ്റ്റൽ ബോൾ. നോ, നീ അതിൽ നിന്ന് പവേഴ്സ് ഒരിക്കലും പുറത്തേക്ക് എടുക്കരുത്. ടിംബക്ടോ, അറ്റാക്ക്! പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. അവിടെ ഒരു സീക്രട്ട് ഡോർ ഉണ്ടായിരുന്നു. നിന്നെ എങ്ങനെ തനിച്ചാക്കി ഞങ്ങൾക്ക് പോവാൻ പറ്റോ? എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളെല്ലാം വേസ്റ്റാ. ഈ കൊച്ചു പിള്ളേരെ പോലും നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നില്ലല്ലേ? വേഗം വാ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണം. നീ ഇതെങ്ങോട്ടായി ഓടുന്നേ? നീ എന്റെ ഫാക്ടറി മൊത്തം നശിപ്പിച്ചിരിക്കുകയാണ്. എന്റെ നിരവധി വർഷത്തെ അധ്വാനം നീ കാറ്റിൽ പറത്തിയിരിക്കുന്നു.
റോബോ ബോയ്, ഇപ്പോഴീ ഫാക്ടറോയിഡ് റോബോട്ടിന്റെ അറ്റാക്ക് കൊണ്ട് നീ നശിച്ചു പോകും. അതെ, ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്റെ ന്യൂട്രോണിയസ് ഗ്യാസ് വെച്ച് എന്നേക്കുമായി അപ്രത്യക്ഷമാക്കുവാൻ പോവുകയാണ്. നിന്റെ ഗ്യാസ് ഒന്ന് ഫയർ ചെയ്ത് കാണിക്കുക ഗ്യാസോലിയൻ. നിന്റെ ഗ്യാസ് കാരണം നീയും കാണാതാവുന്നതായിരിക്കും. വീർ ദ റോബോ ബോയ്, നിന്റെ ഈ ലേസർ ബീംസിന് എന്റെ ഈ ഫാക്ടറോയിഡിനെ ഒരിക്കലും തകർക്കാൻ പറ്റില്ല. ഫാക്ടറോയിഡിന്റെ അറ്റാക്കിൽ നിന്ന് ഇതുവരെ ആരും രക്ഷ